ഒരു രാജ്യത്ത് ജനിച്ച എല്ലാ വ്യക്തികളും ആ രാജ്യത്തെ പൗരന്മാരായിരിക്കുകയും അവർക്കൊക്കെ വോട്ടവകാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു രാജ്യവും ജനാധിപത്യ രാജ്യമാകൂ. ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ NRCയും CAAയും നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലൂടെ ചെയ്യുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് ചോദിക്കുകയാണ്. അതും ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തോട്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ജനാധിപത്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക്, അതും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ടവകാശം നിഷേധിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ്. കേരളം പുതിയ പൗരത്വ നിയമത്തിലേക്ക് അറിയാതെ കാൽവെക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ SIRനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ കേരളത്തിലും SIR നടപ്പിലാവുകയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ SIRൽ വലിയ ചതി ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് വോട്ടർ പട്ടിക നവീകരണത്തിലൂടെ പൗരത്വ നിയമം നടപ്പിലാക്കുക എന്നത്. അതിലൂടെ പരമാവധി മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക, അതുവഴി പൗരന്മാരല്ലാതാക്കി തീർക്കുക. രാജ്യവ്യാപകമായി SIRനെതിരെ പ്രതിഷേധം അലയടിക്കുകയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപം നിലനിൽക്കുകയും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു കൂസലുമില്ലാതെ രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുകയാണ് കേന്ദ്രത്തിലെ സംഘീയ ഗവൺമെന്റ്. ഇപ്പോൾ ഇനി പുതിയ വോട്ടർ പട്ടിക, പഴയതിന് ഇനി സ്ഥാനമില്ല. നിലവിലെ വോട്ടർ പട്ടിക റദ്ദ് ചെയ്യുന്നതിനിടെ കേരളത്തിൽ 53 ലക്ഷത്തിലധികം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നു. ഇങ്ങനെ പുറത്തുപോയവർ തിരികെ വോട്ടർ പട്ടികയിൽ എത്താൻ താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന നിലയിൽ ആധികാരിക രേഖകൾ നൽകി പുനഃപ്രവേശനം നേടണം. ഇതിനായി ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന 12 രേഖകൾ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ നൽകണം. ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുക 2002 ശുദ്ധീകരണ പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കാണ്. എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർക്കും നൂലാമാലകൾ ഏറെയുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തികൾ 1987 ജൂലൈ 1 ശേഷമാണ് ജനിച്ചതെങ്കിൽ വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് വോട്ടർ ഹാജരാക്കണം. 1950 55 വിവാഹം കഴിച്ച ഒരാൾക്ക് 30 35 വയസ്സിന് ശേഷം ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വോട്ടർ ആവണമെങ്കിൽ ആ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതായത് അയാൾക്ക് ജന്മം നൽകിയവർ ആരെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം എന്നർത്ഥം. അതിനർത്ഥം തന്റെ കുഞ്ഞ് വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കുപ്പത്തൊട്ടി തിരയേണ്ടി വരും പ്രായമായ മാതാപിതാക്കൾക്ക്.